കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് വിശ്വാസമെന്നും ദിലീപ് കുറ്റവാളിയല്ല എന്നാണ് കോടതി പറഞ്ഞതെന്നും വിധി എതിരായാൽ ഒരു ഭാഗത്തുള്ളവർക്ക് ആക്ഷേപമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് ദിലീപ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നും നിങ്ങൾ ഒരു ചെവി കൊണ്ട് മാത്രമാണോ കേൾക്കുന്നതെന്നും നടി ആക്രമണ കേസ് ശിക്ഷാവിധിയിൽ തിരക്കഥാകൃത്തും നടനുമായ രൺജി പണിക്കർ. ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയല്ല എന്നല്ലേ? അത് ആർക്കാ ആക്ഷേപമുള്ളത്? ഏത് സംഘടനകളാ? WCCക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും. നമ്മൾ ഏത് കേസിലും അതിൻ്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും, മറുഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്ന് വരും. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ആണ്, രൺജി പണിക്കരല്ല. അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ്. അതെ, അതുകൊണ്ട് അതാ പറഞ്ഞത്, മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം, ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ല, ശിക്ഷിക്കപ്പെട്ടതാരാ? അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാണ്? അല്ല, ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? ഇതിൻ്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ? അല്ല, ഞാൻ കോടതി വിധി വായിച്ചോന്നല്ല ചോദിച്ചത്. കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ്? കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. ഈ നടിക്ക് പൂർണ്ണമായും നീതി കിട്ടി എന്നുള്ളതാണോ? ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെക്കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം. അല്ല, ഞാനിതിൻ്റെ മുഴുവൻ ഇഴകീൽ പരിശോധിച്ച ഒരാളല്ലല്ലോ. നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത. പ്രോസിക്യൂഷന് നിങ്ങളെന്താ കരുതുന്നത്? അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത്? പുറത്തുനിന്ന് ആരെങ്കിലും ആണോ? ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം. ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ്? അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. മലയാളം ടെലിവിഷൻ, കൊച്ചി. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?